നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ലോക ചാപ്റ്റർ 1 ചന്ദ്ര റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. നമുക്ക് അഭിമാനമാണ്. കാരണം ഒരു നായിക പ്രാധാന്യമുള്ള സിനിമ, ഉറപ്പായിട്ടും നായികയാണ് ഇതിനകത്ത് സൂപ്പർ ഹീറോ. കല്യാണി പ്രിയദർശനാണ്. നമ്മൾ പലപ്പോഴും താരങ്ങൾക്ക് മേൽ ആധിപത്യം പറയുമ്പോൾ താരങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇനീഷ്യൽ കളക്ഷൻ കിട്ടത്തുള്ളൂ, താരങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു 100 കോടി 200 കോടി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആക്കിക്കൊണ്ട് 202 വേഫെയർ ഫിലിംസ് ഓൾറെഡി 13 ദിവസം കൊണ്ട് ഒഫീഷ്യൽ കളക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് 210 കവർ ചെയ്യുമായിരിക്കും. വരാം. ഇതിന് ഒരുപാട് പ്രസക്തമായ കാര്യങ്ങളുള്ള ഒരു സിനിമയാണ് ലോക. സാധാരണ സിനിമ പോലല്ല. കാരണം സുപരിചിതനായ സംവിധായകനല്ല. ആദ്യത്തെ സിനിമ പരാജയപ്പെട്ട സംവിധായകനാണ്. അതും 8 നിലയിൽ പൊട്ടിയ സിനിമയാണ് തരംഗം. അവിടെ നിന്നാണ് വീണ്ടും ഒരു 200 കോടി 300 കോടി ക്ലബിലേക്ക് വിടുന്ന പടം സംവിധാനം ചെയ്ത സംവിധായകനായി മാറിയത് ഡൊമിനിക് അരുൺ. അതൊരു ഭയങ്കരം ജീനിയസ് അല്ലേ. നമുക്ക് കൈയടിച്ച് തകർക്കാനുള്ളതാണ്. അഭിമാനവും മോട്ടിവേഷനും ഒക്കെയാണ് ഡൊമിനിക് അരുൺ. ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ ക്രൂസും എല്ലാം ഗംഭീരം. നമ്മുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് 300 കോടി വരെ പോകും. എത്ര കോടി വരെ പോകും? അതിപ്പം ചർച്ചകളാണ്. ഇത് അടുത്ത ഏത് ചിത്രത്തിനെയാണ് ഇതിനെ തകർക്കുന്നത്? ഈ വർഷമാണ് നമുക്ക് മലയാളത്തിൽ വീണ്ടും 2 കോടി വന്നത്. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ അതായത് എമ്പുരാനിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കളക്ഷനിൽ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലാത്തത്. കാരണം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കി പടത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ 7 ദിവസം കൊണ്ട് 268 കോടി നേടിയതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ടൊരു അഭിപ്രായം തോന്നിയിട്ടില്ല. കാരണം അത് അർഹിക്കുന്ന വിജയം ഒന്നും അല്ലത്. അതൊരു ഒരു ഏച്ച് വെച്ച സാധനമാണ്. കാരണം ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കളക്ഷൻ ഓരോ ദിവസം 50 കോടിയും 100 കോടിയും കയറുന്ന രീതിയിൽ പോയൊരു കളക്ഷനാണ്. കാരണം അതൊരു 7-8 ദിവസം കൊണ്ടുള്ള കളക്ഷൻ, അല്ലാതെ ഈ 10 ദിവസം 15 ദിവസം പോലും അത് പോയിട്ടില്ല. അതും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ബെഞ്ച് മാർക്ക് ആക്കാൻ പോലും നമുക്ക് പലർക്കും നല്ല അത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എമ്പുരാൻ ഒരു ബെഞ്ച് മാർക്ക് ആക്കാൻ താല്പര്യമില്ല. പക്ഷെ തുടരും അങ്ങനെയല്ലായിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കണ്ടന്റ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ടും പ്രകാശ് വർമ്മയുടെ അഭിനയം കൊണ്ടും എല്ലാം തകർത്തഭിനയിച്ച സിനിമ. അത് 238 കോടി 233 കോടി എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. ഇപ്പം അതേ തലത്തിലോട്ട് പതുക്കെ വരുന്നു. ഇത് എത്ര വരെ കളക്ട് ചെയ്തേക്കാം? ഇതിന് പോസിബിലിറ്റി 2-3 പോസിബിലിറ്റിയാണ്. ഒന്ന്, കേരളത്തിലെ കളക്ഷൻ എത്രയൊക്കെ ആയാലും ഇത് 2, 3, 4 വട്ടം കണ്ടവരുണ്ട്. മിനിമം 2 വട്ടം കണ്ടവരായിരിക്കും കൂടുതലല്ലോ. കാരണം 2 വട്ടം കണ്ടാലൊക്കെ അത്യാവശ്യം ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പല ഈ ക്രെഡിറ്റ്സിനകത്ത് എഴുതിയേക്കുന്നതും തുടക്കത്തിലുള്ളതും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇപ്പം അതിനകത്ത് കല്യാണി പ്രിയദർശൻ്റെ കൂടെ നടക്കുന്ന പട്ടി എന്ന് പറയുന്നത് ഒടിയനാണെന്നും, അത് അതിൻ്റെ കൊച്ചിലെ മുതൽ ആ ഒരു പട്ടി കൂടെ നടപ്പുണ്ട്. അത് ഒടിയനാണെന്നും ഒടിയൻ ദുൽഖർ ആണെന്നും ഒക്കെ ഉള്ളത് നമ്മളിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ കുറേ വട്ടം കാണുമ്പോഴാണ്. അന്നേരം ഈ സിനിമ കേരളത്തിൽ നിന്ന് അടുത്ത 4 ദിവസം അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബുക്കിംഗ് ഒക്കെ ഉണ്ട്. മാത്രമല്ല വ്യാഴം വെള്ളി വൈകുന്നേരം മുതൽ കളക്ഷൻ കൂടും. ശനി ഞായർ നല്ല കളക്ഷൻ കിട്ടും. അതിനുശേഷം ഇതുപോലെ GCCയിലും എല്ലാം കളക്ഷൻ കിട്ടുമായിരിക്കും ഈ ദിവസങ്ങളെല്ലാം. വേൾഡ് വൈഡ് എല്ലാം വലിയ കുഴപ്പമില്ല. അതിനുശേഷമുള്ള തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ ആയിരിക്കും ലോക 300 കോടി അടിക്കുമെന്നുള്ളതിൻ്റെ ക്രൂഷ്യൽ ദിവസങ്ങൾ. ഇതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇത് അത്യാവശ്യം തമിഴിലും തെലുങ്കിലും ഒക്കെ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്, കന്നഡയിലും കളക്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇതിന് സ്ക്രീനുകൾ കുറവാണ്, ഷോസ് കുറവാണ്. അവിടെ ഒരു അത്ഭുതം സൃഷ്ടിച്ച് ഒരു 10-15 കോടി രൂപ കളക്ട് ചെയ്താൽ ഇതൊരു നല്ല കളക്ഷൻ റേഞ്ചിലേക്ക് പോയേക്കാം. കാരണം അവിടെ ഇഷ്ടം പോലെ നമുക്ക് നോർത്ത് ഇന്ത്യ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, സ്ക്രീനുണ്ട്, ഷോസ് കൗണ്ട് കൂട്ടാം. പടം യൂണിവേഴ്സൽ പടമാണ്. മലയാളത്തിൻ്റെ യൂണിവേഴ്സ് ആണെങ്കിൽ ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്ന പടമാണ്. ഡബ്ഡ് വേർഷനാണ്. അതിനൊരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വേൾഡ് വൈഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് കത്തിക്കയറുന്നത്, പക്ഷേ അതിൻ്റെ കളക്ഷനൊക്കെ മാക്സിമം ആയി. പിന്നെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വെള്ളി ശനി ഞായർ 3 ദിവസത്തെ GCCയുടെ കളക്ഷനാണ്. അത് റിപ്പീറ്റഡ് ഓഡിയൻസിൻ്റെ കളക്ഷൻ. ഇത്രയും കളക്ഷൻ കറക്റ്റായി വന്നാൽ മാത്രമേ ഇതൊരു 300 കോടി എന്ന് പറയുന്ന ബെഞ്ച് മാർക്കിലേക്ക് പോകൂ. അത് ഉറപ്പാണ്. അന്നേരം ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം കുഴപ്പമില്ലാതെ നേടും എന്നാണ് ഇപ്പോഴും മലയാളി പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുന്നവരൊക്കെ പ്രതീക്ഷിക്കുന്ന. അത്യാവശ്യത്തെ കളക്ഷൻ നേടുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു 230 നിൽക്കുമോ, 250 നിൽക്കുമോ, അതോ 270 നിൽക്കുമോ, അതോ 300 കോടി? ആദ്യത്തെ മലയാളത്തിലെ 300 കോടി ആകുമോ ലോകം? ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക.
എൻ്റെ പോസിബിലിറ്റീസും ഇതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ള ചിത്രങ്ങൾ വരട്ടെ, അത് ആരുടെ ആയാലും നമുക്ക് വെൽക്കം ചെയ്യാൻ. നല്ല നല്ല മലയാള സിനിമകൾ ലോകത്തിന് മുമ്പിൽ നമുക്ക് വെക്കാൻ പാകത്തിലുള്ള ഒരു മെമ്മറബിൾ ട്രോഫി പോലെ വെക്കാൻ പാകത്തിലുള്ള ചിത്രങ്ങൾ വരട്ടെ. ആശംസ കൊണ്ട് നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരു വട്ടം കൂടി പരിഗണനയിൽ എടുക്കുക. ഓക്കെ, ബൈ.